ദൃശ്യതേ ജലചന്ദ്രവത്. ആകാശത്തിലുള്ള ചന്ദ്രൻ ഒന്നേ ഉള്ളൂ. ദൃശ്യതേ ജലചന്ദ്രവത്. ആകാശത്തിലുള്ള ചന്ദ്രൻ ഒന്നേ ഉള്ളൂ. പക്ഷെ ആ ചന്ദ്രന്റെ പ്രതിബിംബം ഇമേജ്, റിഫ്ലക്ഷൻ ചിരട്ടയിലെ വെള്ളത്തിലും കുളത്തിലെ വെള്ളത്തിലും കിണറ്റിലെ വെള്ളത്തിലും റോഡ് സൈഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും അതുപോലെ ഗംഗയിലും യമുനയിലും അറബിക്കടലിലും അതേ ചന്ദ്രന്റെ റിഫ്ലക്ഷൻ ഉണ്ട്. അതുപോലെ പരമാത്മ ചൈതന്യം എന്നിൽ നിറഞ്ഞു നിൽക്കുന്നു. അതിനെ എങ്ങനെയാ വിവരിക്കുക? സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് ആധാരമായ ശക്തി. സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് ആധാരമായ ശക്തി. സൃഷ്ടി എങ്ങനെയാ നടന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ബീജവും അണ്ഡവും ചേർന്ന് ഒരു പർട്ടിക്കുലർ ഡേറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന ആ ശിശു, ആ കുട്ടി, മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും രണ്ട് സൈഡിൽ കണ്ണ് ഇങ്ങനെ വേണം, കണ്ണിന്റെ മുകളിൽ ഉദികം വേണം, അതിൻ്റെ ഇടയ്ക്ക് മൂക്ക് വേണം. ആണുങ്ങളുടെ മൂക്കിന്റെ താഴെ മീശ വേണം, പെണ്ണുങ്ങൾക്കത് വേണ്ട. പക്ഷെ രണ്ടുപേർക്കും 32 പല്ല് വേണം. മൂക്കിനടപ്പ് വേണ്ട, വായിനടപ്പ് വേണം, കണ്ണിനടപ്പ് വേണം. ആണുങ്ങൾക്ക് 10, 35, 40 വയസ്സ് വരെ തലമുടി വേണം. അത് കഴിഞ്ഞിട്ട് തലമുടി ഉണ്ടായത് കൊണ്ട് പ്രയോജനമില്ല. പെണ്ണുങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോൾ മുടി ഉണ്ടെങ്കിലും പ്രയോജനം ഇല്ലാത്തത് കൊണ്ട് അത് കളയണ്ടെന്ന് തീരുമാനിച്ചു. ആണുങ്ങൾക്ക് 10, 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മറ്റു പെണ്ണുങ്ങളെ നോക്കാതിരിക്കാൻ അതുകൊണ്ട് കളഞ്ഞു. അപ്പൊ ആണുങ്ങൾക്ക് കഷണ്ടി വരണമെന്നും പെണ്ണുങ്ങൾക്ക് കഷണ്ടി വരണ്ടെന്ന് തീരുമാനിച്ചു. 45, 47 വയസ്സ് കഴിയുമ്പോൾ കറുത്ത മുടി വെളുത്ത മുടി ആകണമെന്ന് തീരുമാനിച്ചു. ആര് തീരുമാനിച്ചു? വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിച്ചു. ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണമെന്ന് തീരുമാനിച്ചു. പുറത്ത് നല്ല ചൂടാണെങ്കിൽ വിയർക്കണം, പുറത്ത് നല്ല തണുപ്പാണെങ്കിൽ വിറയ്ക്കണം. ആര് തീരുമാനിച്ചു? ബോഡി ടെമ്പറേച്ചർ 37.3 ഡിഗ്രി സെന്റിഗ്രേഡ് കറക്റ്റാണ്. അതിന് മുകളിലേക്ക് പോവില്ല, താഴത്തേക്ക് പോവില്ല. ആര് തീരുമാനിച്ചു? ഈ സർവചരാചരങ്ങൾക്കും അകത്തിരിക്കുന്ന ചൈതന്യം. ഈശാവാസ്യോപനിഷത്തില് 6ാമത്തെ മന്ത്രം അല്ലതാ, ഹിന്ദുക്കളായ സ്ഥിതിക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല. തദേജതി തന്നൈജതി തദ്ദൂരേ തദ്വന്ദികേ തദന്തരസ്യ സർവസ്യ തത് സർവസ്യാസ്യ ബാഹ്യതഃ. നല്ലൊരു മന്ത്രമാണ്. തദേജതി, അത് ചലിക്കുന്നില്ല. തദേജതി, അത് ചലിക്കുന്നില്ല. തന്നൈജതി, ചലിക്കാതിരിക്കുന്നില്ല. ചലിക്കുന്നില്ല, ചലിക്കാതിരിക്കുന്നില്ല. തത് ദൂരെ, അതങ്ങ് അകലത്തിലുണ്ട്. അങ്ങ് അകലത്തിൽ അതുണ്ട്. തദ്വന്തികേ, നമ്മുടെ അടുത്തതുണ്ട്. തദന്തരസ്യ സർവസ്യ, എല്ലാത്തിൻ്റെയും അകത്തതുണ്ട്. തദന്തരസ്യ സർവസ്യ, എല്ലാത്തിൻ്റെയും അകത്തതുണ്ട്. തത് സർവസ്യാസ്യ ബാഹ്യതഃ, എല്ലാത്തിൻ്റെയും പുറത്തതുണ്ട്. അത് എന്നിലുണ്ട്. അതുകൊണ്ട് അഹം ബ്രഹ്മാസ്മി, അത് നിന്നിലുണ്ട്. തത്വമസി, തത്വമസി, അത് തന്നെയാ നീയും. മനുഷ്യനെ ഈശ്വരനായിട്ട് കാണാൻ സാധിച്ച ലോകത്തിലെ ഒരേ ഒരു മതം. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ അവതാരവും ഈശ്വരനുമായിട്ട് ഹിന്ദുക്കൾ കാണും. ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ ക്രിസ്ത്യാനികൾ പാപിയായിട്ട് കാണും. മരിച്ചു കഴിഞ്ഞാൽ അവരെ പുണ്യവാളനാക്കും. അതെന്തിനാണാവും? ജീവിച്ചിരിക്കുമ്പോ പാപി, മരിച്ചു കഴിഞ്ഞാൽ പുണ്യവാളൻ. എന്നാലോചിച്ച് നോക്കാം. നമ്മുടെ പോപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട് വത്തിക്കാനില്. അത് പണ്ടത്തെ മലയാളത്തിലെ പറ്റിക്കാൻ എന്ന പേരിലാണ് പിന്നീട് വത്തിക്കാനായത്. പാ എടുത്ത് വാക്കിയതാണ്. അവിടെയുള്ള
പുണ്യവാളനായിട്ട് അങ്ങ് ഡിക്ലെയർ ചെയ്തു. അതാണ് പുണ്യവാളന്മാരുണ്ടായത്. എന്തൊരു അത്ഭുതമല്ലേ! ഞാൻ യഥാർത്ഥത്തിൽ മണ്ണന്തല ബിഷപ്പിന്റെ അവിടെ ഒരു ക്ലാസ് എടുക്കാൻ പോയി. ഞാനിങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ മതത്തിലുള്ളതൊന്നും ഹിന്ദു ധർമ്മവുമായിട്ട് ചേർക്കാൻ പറ്റിയതല്ല, ഒന്നിനൊന്ന് എതിരാ. എന്താ കാരണം? എൻ്റെ പാപത്തിനു വേണ്ടി യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റി. അത് നല്ല ഐഡിയ ആണല്ലോ അല്ലേ? തിരുവനന്തപുരത്തെ പൂജപ്പുര സെൻട്രൽ ജയിലിലുള്ള പാപികൾക്ക് വേണ്ടി എറണാകുളത്ത് പണ്ട് ഉണ്ടായിരുന്ന ജസ്റ്റിസ് കൃഷ്ണയ്യരെ പിടിച്ച് തൂക്കിലേറ്റാം. എന്ത് സിമ്പിളാ! ഈ 1118 പേരെ വിടാൻ പോകുന്നില്ലേ, വലിയ കൊലയാളികളെ? അതുപോലെയാണത്. പാപം ചെയ്തത് വഴിയിൽ കൂടെ പോകുന്ന ഒരാള് അതിന് കുരിശിലേറേണ്ടി വരുന്നത് ദൈവപുത്രന്. എന്തൊരു മഹാപാപാണല്ലേ! എൻ്റെ പാപത്തിന് വേണ്ടി വേറൊരാൾ കുരിശിലേറുക, എനിക്ക് വിശക്കുമ്പോൾ വേറൊരാൾ ഉണയിക്കുക, എനിക്ക് ദാഹിക്കുമ്പോൾ വേറൊരാൾ വെള്ളം കുടിക്കുക. പച്ചവെള്ളത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, മറ്റേ വെള്ളമല്ല. ഓർമ്മിക്കുക, ഇതെങ്ങനെയാ ട്രാൻസ്ഫറബിൾ ആവുക? പാപം ട്രാൻസ്ഫറബിൾ ആണോ? വിശപ്പ് ട്രാൻസ്ഫറബിൾ ആണോ? ദാഹം ട്രാൻസ്ഫറബിൾ ആണോ? KSRTC ടിക്കറ്റ് ട്രാൻസ്ഫറബിൾ ആണോ? ഇത്രയും ക്രിസ്ത്യാനികൾ പള്ളിയിലേക്ക് പോകാൻ ഒരേ ഒരു കാരണം, എന്നെ കുരിശിലേറ്റില്ല, വേറൊരു പാർട്ടിയെ കയറ്റി കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവർ പോകുന്നത്. എന്തൊരു രസമല്ലേ! ഞാൻ കള്ളത്തരം ചെയ്താൽ ജയിലിൽ പോകുന്ന വേറൊരാളാണെങ്കിൽ എനിക്ക് എത്ര കള്ളത്തരം വേണമെങ്കിൽ ചെയ്യാമല്ലോ. മാത്രമാണ് ദൈവപുത്രനായ ആ യേശു ദേവനെ ആണിയടിച്ച് അദ്ദേഹം അയ്യോ പുത്തോ നിലവിളിച്ചതാ കുരിശിലിരുന്നോണ്ട്. ഏലി ഏലി ലമാ സബക്താനി, ഏലി ഏലി ലമാ സബക്താനി, അല്ലയോ ദൈവമേ നീ കൈവിട്ടോന്ന്. ആ കൊലക്കയറായിട്ടുള്ള കുരിശ് തന്നെ കഴുത്തിലിട്ടുകൊണ്ട് കിടക്കാം, അത് തന്നെ ശവപ്പറമ്പിലിടുക, അത് തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ കഴുത്തിലിടുക, അത് തന്നെ അൾത്താരയിലും വെക്കുക. എന്നിട്ട് കുരിശുമല കയറ്റത്തില് പറയാ, കുരിശ് അത് പുണ്യത്തിന്റെ അടയാളമാണ്. ഏറ്റവും നല്ലൊരു മനുഷ്യനെ ആണിയടിച്ച സാധനം എന്ന് ആലോചിച്ച് നോക്കാം. എന്നിട്ട് ആ യേശുദേവന്റെ രക്തം വീഞ്ഞ എന്ന പേരിൽ കുടിക്കാം. ആ യേശുദേവന്റെ ശരീരം ഗോതമ്പുണ്ടയായിട്ട് തിന്നാം. വെറുതെ ചിന്തിച്ചു നോക്കാം, നമ്മുടെ സംസ്കാരവുമായിട്ട് ചേരുന്നതാണോ ഇത്? ഞാനെല്ലാം മണ്ണന്തല ബിഷപ്പിന്റെ അവിടെ പറഞ്ഞു, നിലയ്ക്കൽ പള്ളിയിൽ ക്ലാസ് ഉണ്ടായിരുന്നു, എല്ലാ സ്ഥലത്തും പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഈ മഹാസാഗരം മാതിരിയുള്ള ഹിന്ദു ധർമ്മത്തില് ഞാൻ ഈശ്വര ചൈതന്യത്തിന്റെ മാനിഫെസ്റ്റേഷൻ, നീയും ഈശ്വര ചൈതന്യത്തിന്റെ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ ആ പുണ്യ ജന്മത്തിൽ നിന്ന് മാറി അപ്പുറത്ത് ചെന്ന് അതാണ് നല്ല മതം എന്ന് പറഞ്ഞു പോകുമ്പോൾ ഒന്ന് ചിന്തിക്കുക. അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടത്, അവരെ പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമാത്മാ ബ്രഹ്മ, ഏറ്റവും ഉയരത്തിലുള്ള ഉപനിഷത്തുക്കളിലെ അയമാത്മാ ബ്രഹ്മ അഥർവവേദത്തിലെ മുണ്ടകോപനിഷത്തിലുള്ളതാണ്. മുണ്ടകോപനിഷത്തില് അങ്ങനെ 4 മഹാവാക്യങ്ങളുടെ അൾട്രാ മോഡേൺ സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഉള്ള ഒരു ധർമ്മമാകുന്ന സനാതന ധർമ്മം, ഹിന്ദു ധർമ്മത്തില് അത് അറിയാതെ, പഠിക്കാതെ, അറിയാൻ ശ്രമിക്കാതെ അമേരിക്കക്കാരും കാനഡക്കാരും ഇംഗ്ലണ്ടുകാരും യൂറോപ്യൻസും ആസ്ട്രേലിയക്കാരും വേണ്ടെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഒരു മതത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഈ നാട്ടില് ഹിന്ദുക്കള് മതം മാറി തയ്യാറാകുമ്പോൾ എവിടെയാ അബദ്ധം പറ്റിയിരിക്കുന്നത്? വെറുതെ ചിന്തിക്കാം. അതിഗംഭീരമായിട്ടുള്ള ആ തത്വമസി എന്ന ചിന്ത അത് ഒറ്റയ്ക്ക് പറയരുത്, അഹം ബ്രഹ്മാസ്മി കൂടി ചേർത്ത് പറയണം. എന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മളൊരു കുട്ടിയെ നോക്കിയിട്ട് പറയുന്നു എന്ന് വിചാരിക്കാം, നീ മിടുക്കനാണ്. തൊട്ടപ്പുറത്ത് നിന്ന കുട്ടിയോട് നമ്മൾ എന്ത് പറയും?
പറയുന്നതിന് പകരം തത്വമസി. തത്ത് എന്ന് പറഞ്ഞാൽ THAT, രണ്ടും ഒന്ന് തന്നെ അർത്ഥം. സംസ്കൃതത്തിലെ തത്വം ഇംഗ്ലീഷിലെ ദാറ്റും ഒരേ അർത്ഥം. യു ആർ ഓൾസോ ദ മാനിഫെസ്റ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ഡിവൈൻ പവർ. അപ്പൊ ഞാനും നിങ്ങളും ഈശ്വര ചൈതന്യത്തിന്റെ മാനിഫെസ്റ്റേഷൻ ആണ്. ഇനി ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. സർവചരാചരങ്ങളും ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗമാണ്. ഞാൻ ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗമാണെങ്കിൽ, അഹം ബ്രഹ്മാസ്മി ആണെങ്കിൽ, ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഈ ശരീരമാണ് ക്ഷേത്രം. എന്താ കാരണം? അവിടെ പരമാത്മാവ് കുടികൊള്ളുന്നു. ആ ക്ഷേത്രത്തില് ആ പരമാത്മാവിന്റെ അംശമായ ജീവാത്മാവ് ഇതിലും നിങ്ങളിലും കുടികൊള്ളുന്നു. ജീവാത്മാവായിട്ട് അവിടെ പരമാത്മാവ്, നമ്മളിലുള്ളത് ജീവാത്മാവ്. അപ്പൊ ഇതും ക്ഷേത്രം, അതും ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനകത്ത് കള്ള് കൊണ്ടുപോയാൽ ബോട്ടില്, കള്ളെന്ന് വെച്ചാൽ മനസ്സിലാവുമല്ലോ, ഈ പ്രദേശത്ത് പെട്ടെന്ന് മനസ്സിലാവും. കള്ള് കൊണ്ടുപോയാൽ എന്താ ചെയ്യേണ്ടി വരിക? പുണ്യാഹം തളിക്കണം. ഇതിനകത്തേക്ക് കള്ള് കൊണ്ടുപോയാലോ എങ്ങനെ ഇരിക്കും? അതിനകത്ത് ഡെഡ് ബോഡി, ചോരയും ഇറച്ചിയും അമ്പലത്തിൽ കൊണ്ടുപോയാൽ പുണ്യാഹം തളിക്കണം. ഇതിനകത്തേക്ക് ചോരയും ഇറച്ചിയും കൊണ്ടുപോയാലോ അപ്പോഴും പുണ്യാഹം തളിക്കണം. അപ്പൊ ആലോചിച്ച് നോക്കാം. ഞാനും നിങ്ങളും ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗമാണെങ്കിൽ, ഈ ശരീരം അതൊരു ക്ഷേത്രമാണെങ്കിൽ, ആ ക്ഷേത്രത്തിനെ ദുഷിച്ച വസ്തുക്കൾ കൊണ്ട് ഉയർത്തുകയും ഉണർത്തുകയും വളർത്തുകയും ചെയ്താൽ അത് ആ മഹാവാക്യത്തിനെതിരാണ്. അതുകൊണ്ട് മദ്യപിക്കരുത്. എൻ്റെ PhD ബയോകെമിസ്ട്രിയിലാണ്. ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു മോളിക്യൂൾ ആൽക്കഹോള് 3 ലിവർ സെല്ലിനെ കൊല്ലും. ഈ ശരീരം അത് ഈശ്വരൻ്റെതാണ്. അതുപോലെ നിങ്ങളുടെ ശരീരവും. ആ ശരീരത്തെ നശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഈശ്വരൻ നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് അഹം ബ്രഹ്മാസ്മി തത്വമസി, ഈ 2 വാക്കുകളുടെയും പ്രായോഗികാർത്ഥം ശരീരം ശുദ്ധമായിട്ട് വെക്കണം. ശരീരശുദ്ധി. മനസ്സ് ശുദ്ധമായിട്ട് വെക്കണം. മനഃശുദ്ധി. കഴിക്കുന്ന ആഹാരം ശുദ്ധമായിരിക്കണം. ആഹാരശുദ്ധി. പ്രയോഗിക്കുന്ന വാക്കുകൾ ശുദ്ധമായിരിക്കണം. വാക്ശുദ്ധി. ചെയ്യുന്ന പ്രവൃത്തി, ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി ശുദ്ധമായിരിക്കണം. അതാണ് തത്വമസിയുടെ പ്രായോഗികാർത്ഥം. അഹം ബ്രഹ്മാസ്മിയുടെയും തത്വമസിയുടെയും പ്രായോഗികാർത്ഥം ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, ആഹാരശുദ്ധി, കർമ്മശുദ്ധി. അങ്ങനെ ഉണ്ടെങ്കിലേ ഈ ശരീരത്തെ നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുള്ളൂ. ഈ ശരീരത്തിനകത്തെ സർവ പ്രവർത്തനങ്ങളും സർവകർമ്മങ്ങളും എൻ്റെ നിയന്ത്രണത്തിലല്ല നടക്കുന്നത്. ഇതിനകത്തുള്ള ചൈതന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ്, എൻ്റെ നിയന്ത്രണത്തിലാണ് എൻ്റെ ശരീരം പ്രവർത്തിക്കുന്നത് എങ്കിൽ 7-8 മണിക്കൂർ ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ ശരീരം പിന്നെ ആ ഉറക്ക സമയത്ത് പ്രവർത്തിക്കുമായിരുന്നില്ല. ഞാൻ ഉറങ്ങുമ്പോഴും എൻ്റെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ കൺട്രോളിലല്ല ഇതിൻ്റെ അകത്തെ പ്രവർത്തനം എന്ന് ഓർമ്മിക്കുക. മാത്രമല്ല, ഒരു അനേസ്തേഷ്യ, ഒരു ബോധം കെടുത്തുന്ന ഓപ്പറേഷന് മുമ്പ് അനേസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ ഈ ശരീരം എവിടെ കീറി മുറിച്ചാലും ഞാൻ അറിയില്ല. എന്തൊരു അത്ഭുതം നോക്കുക. വേദന എന്നുള്ളത് പോലും ഞാൻ അറിയില്ല അനേസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ. മനസ്സിനെ ഉറക്കിക്കഴിഞ്ഞാൽ ശരീരം മുഴുവനും കീറി മുറിച്ചു കഴിഞ്ഞാലും അറിയില്ല. ഇതിനകത്തുള്ള ചൈതന്യം അതിനെ അതേപോലെ നിലനിർത്തും. ഇത് ഈ 2 വാക്കുകൾ, അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം, തത്വമസി എന്ന മഹാവാക്യം
ഫുള്ളായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്യുവർ ബയോകെമിസ്ട്രിയുടെ അടിസ്ഥാനത്തിൽ, പ്യുവർ ബയോകെമിസ്ട്രി, അൾട്രാ മോഡേൺ സയൻസ് ഉപയോഗിച്ച് വിവരിക്കാവുന്നതാണ്. അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യവും തത്വമസി എന്ന മഹാവാക്യവും പ്രജ്ഞാനം ബ്രഹ്മ. നിങ്ങൾ ഇതുവരെയും ഒരാളും കൂട്ടുവായ വിട്ടിട്ടില്ല. ഒരു വരി കൂടി പറയട്ടെ. ഫിസിക്സിൽ ഒരു വലിയ വാക്കുണ്ട്, നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടാവില്ല. ക്വാണ്ടം എൻടാങ്കിൾമെന്റ്. ക്വാണ്ടം എൻടാങ്കിൾമെന്റ് നല്ലൊരു വാക്കാണ്. ഏകദേശം ഒരർത്ഥം പറഞ്ഞുതരാം. ഒരാറ്റം എടുത്താൽ ആറ്റത്തിൽ ഇലക്ട്രോൺ ഇങ്ങനെ, ഒരു ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങും. അതിൻ്റെ പെയറായിട്ടുള്ള മറ്റേ ഇലക്ട്രോൺ ഓപ്പോസിറ്റ് ആയിട്ട് കറങ്ങും. ഒന്ന് ക്ലോക്ക് വൈസ്, ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസ്. അർത്ഥം മനസ്സിലായോ? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ഒരെണ്ണം ഇങ്ങനെ കറങ്ങും, മറ്റേത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. വെറുതെ നിങ്ങൾ ചിന്തിക്കുക, ഈ രണ്ട് ഇലക്ട്രോണിൽ ഒരു ഇലക്ട്രോണിനെ കൈകൊണ്ടെടുത്ത് ഒരു 10 ലക്ഷം കിലോമീറ്റർ അപ്പുറത്തിട്ടു എന്ന് വിചാരിക്കാം. 10 ലക്ഷം കിലോമീറ്റർ അപ്പുറത്തിട്ടു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കറങ്ങുന്ന ഇലക്ട്രോണേ ഉള്ളൂ, മറ്റേ ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങുന്നതാണ്. ഇനി ഇവിടെയുള്ള ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങുന്നതിന് പകരം അതിനെ തിരിച്ചു കറക്കിയെന്ന് വിചാരിക്കാം. തിരിച്ചു കറക്കിയെന്ന് വിചാരിക്കാം. 10 ലക്ഷം കിലോമീറ്റർ അപ്പുറത്തുള്ള ഇലക്ട്രോൺ നേരെ തിരിഞ്ഞു കറങ്ങാൻ തുടങ്ങും. ഇത് തിരിഞ്ഞാൽ അതും തിരിയും. എത്ര ദൂരമുണ്ട്? 10 ലക്ഷം കിലോമീറ്റർ ദൂരെ. ഇതിൻ്റെ പേരാണ് ക്വാണ്ടം എൻടാങ്കിൾമെന്റ്. അതിനുത്തരം ഒന്നേ ഉള്ളൂ, പ്രജ്ഞാനം ബ്രഹ്മ. അൾട്രാ മോഡേൺ സയൻസ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഇലക്ട്രോണിലുള്ള അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ജീവനില്ലാത്ത ആ ഇലക്ട്രോണിലുമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഭൂമി സൂര്യന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ ഭൂമി അങ്ങോട്ട് താഴത്തേക്ക് പോകും. ഉത്തരായണമാകുമ്പോൾ ഭൂമി താഴത്തേക്ക് പോകും, ദക്ഷിണായനമാകുമ്പോൾ ഭൂമി ഉയരും. അപ്പൊ അന്റാർട്ടിക്കയിൽ വെയിൽ കിട്ടണമെങ്കിൽ ദക്ഷിണായനമാവണം, ആർട്ടിക് ഓഷ്യനിൽ വെയിൽ കിട്ടണമെങ്കിൽ ഉത്തരായണമാവണം. ഈ ഭൂമിയോട് താഴാനും ഉയരാനും പറഞ്ഞത് ആരാ? താഴുകയും ഉയരുകയും ചെയ്തില്ലെങ്കിൽ ആർട്ടിക് ഓഷ്യനിലും അന്റാർട്ടിക് ഓഷ്യനിലും വെയിൽ 365 ദിവസവും കിട്ടില്ല. അങ്ങനെ വെറുതെ ചിന്തിച്ചു നോക്കാം. ആയിരക്കണക്കിന് എക്സാമ്പിള് എനിക്ക് വിവരിക്കാൻ സാധിക്കും. അത് മുഴുവനും ഞാൻ വിവരിക്കണില്ല. എന്താ കാരണം അറിയോ? ഒന്ന്, എനിക്ക് എറണാകുളത്ത് ഒരു ക്ലാസ് ഉണ്ട്. 2, ധാരാളം പേര് ഇപ്പോൾ വന്നിട്ടുണ്ട്. കറക്റ്റ് ഊണ് കഴിക്കാനുള്ള സമയത്താണ് അവർ വന്നിരിക്കുന്നത്. എൻ്റെ പ്രഭാഷണം അവർക്ക് ഊണ് കഴിക്കുന്നതിനൊരു തടസ്സമായിരുന്നു. അവർ ഊണ് കഴിക്കാൻ വന്നവർക്ക് ഊണ് കഴിക്കലാണല്ലോ വഴി. അപ്പം അത് ഗോപാലകൃഷ്ണൻ്റെ പ്രഭാഷണം എപ്പോഴാണാവോ തീരുക, നിങ്ങൾക്ക് ഈ അന്നദാനം എന്ന മഹാ ഫ്രീ കിട്ടുന്ന ഭക്ഷണം കഴിക്കാൻ ഉള്ള അവസരത്തിന് ഇയാൾ തടസ്സമാവരുത്. നമ്മൾ തുടങ്ങുമ്പോൾ ഏതാണ്ട് 1/3 ക്ലാസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഫുള്ളാവാൻ കാരണം എന്താ? ഞായറാഴ്ചയായ സ്ഥിതിക്ക് ഓഫീസിൽ ഇല്ല. അപ്പോൾ പിന്നെ ഏതാണ്ട് ഊണ് കഴിക്കുന്ന സമയത്ത് എത്തിയാൽ കൂടുതൽ നേരം ബോറടിച്ചിരിക്കാതെ ഊണ് കഴിച്ചിട്ട് തിരിച്ചു പോകാൻ സാധിക്കും. അവരുടെ ആഗ്രഹത്തിന് ഞാൻ എതിര് നിൽക്കുന്നത് ശരിയാണോ? ശരിയല്ല. ഇത് പറയാതിരിക്കുന്നത് ശരിയാണോ? ഇല്ല. എന്താ കാരണം? എല്ലായിടത്തും ഭാഗവതം കേൾക്കാനും രാമായണം കേൾക്കാനും ആരും ഉണ്ടാവാറില്ല. കറക്റ്റ് 12:30 1:30 ഇടയ്ക്ക് ഫ്രീ ആയിട്ട് വീട്ടിൽ ഇഷ്ടംമാതിരി ഭക്ഷണം കഴിക്കാനുള്ളവരും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഭക്ഷണത്തിന് 1.5 കിലോമീറ്റർ ക്യൂ നിൽക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഈ പ്രദേശത്തെ ഓലക്കൂരയിൽ താമസിക്കുന്ന വളരെ പാവപ്പെട്ടവരിൽ ഒരാളും അമ്പലത്തിലെ അന്നദാനത്തിന് ക്യൂവിൽ നിൽക്കാറില്ല. അവരുടെ വീട്ടിലുള്ളത് അവർ കഴിക്കും. ദൈവത്തിൻ്റെ പേരിൽ ഈ 7, 8, 9 ദിവസം നടക്കുന്ന ഒരു പരിപാടിയിലും പങ്കെടുക്കാതെ കറക്റ്റ് അന്നദാനം മഹാദാനം എന്ന് ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അന്നദാനം മഹാദാനമൊന്നുമല്ല, അർഹിച്ചവന് കൊടുക്കുന്നതാണ് മഹാദാനം. എനിക്ക് രക്തത്തിൻ്റെ ആവശ്യമില്ല,
ഒരാൾ വന്ന് ഗോപാലകൃഷ്ണൻ സാറിന് ഒരു 1/2 ലിറ്റർ ബ്ലഡ് ഞാൻ തരാമെന്ന് പറഞ്ഞ് എൻ്റെ ശരീരത്തിലേക്ക് കുത്തിവെക്കണോ ചോര? എനിക്ക് വേണ്ട. വീട്ടിൽ ഭക്ഷണം കഴിക്കാനുള്ളവര് ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ തൊഴുകൈയോടെ പറയുന്നു, അർഹതപ്പെട്ടവര്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവര്, ഈ അയ്യപ്പ സത്രത്തിന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രവർത്തിച്ചവര്, അതിന് നല്ല രീതിയിൽ സംഭാവന നൽകിയവര്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കാവട്ടെ ഇവിടുത്തെ ഭക്ഷണവും അന്നദാനം. അല്ലാത്തവർക്ക് അർഹതയില്ലാത്തതാണ്. ഗോപാലകൃഷ്ണൻ പറഞ്ഞതല്ല, ശ്രീകൃഷ്ണൻ പറഞ്ഞതാണ്. അപാത്രദാനം ഏറ്റവും വലിയ പാപമാണ്. അർഹിക്കാത്തവന് ഭക്ഷണം കൊടുക്കുന്നത് താമസികമായിട്ടുള്ള ദാനം എന്നുകൂടി പറഞ്ഞുകൊണ്ട് അവർക്ക് ഈ പ്രഭാഷണം ഒരു തടസ്സമാവരുതെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വിഷയത്തിലേക്ക് വന്ന് കണ്ടുപിടിക്കാം. എന്നും ഓർമ്മിക്കാം, നമ്മുടെ ഹിന്ദു ധർമ്മം ലോകമെമ്പാടുമുള്ള ജനത 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാ നമ്മള്. അത് പഠിക്കണം. അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബുക്ക് സ്റ്റാള് ഒരു 10 മിനിറ്റ് നേരം ഉണ്ടാവും. 10 മിനിറ്റേ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പോകണം. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ബ്രോഷർ മാതിരി 30ഓളം ബ്രോഷർ പുസ്തകത്തിന്റെ രൂപത്തിലും സ്റ്റാപ്പിൾ ചെയ്തതും അവിടെ അവൈലബിൾ ആണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഭാരതീയ പൈതൃകത്തിലുള്ള ശാസ്ത്രം പ്രചരിപ്പിക്കാൻ നവംബർ 3-ാം തീയതി ഞാൻ ഡൽഹിയിലേക്ക് പോയിരുന്നു. ആ നിർദ്ദേശവും കൂടി സ്വീകരിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ കീഴിൽ അക്കാഡമി ഫോർ ഹെറിറ്റേജ് റിസർച്ച് ആൻഡ് സ്റ്റഡീസ്, അതിന്റെ പേരിലാണ് ഈ 30ഓളം ബ്രോഷർ ഇറക്കിയിരിക്കുന്നത്. ഇനിയും 100 കണക്കിന് ബ്രോഷർ വരും. ആ ബ്രോഷർ അവിടെ അവൈലബിൾ ആണ്. അതിന് പ്രിന്റിംഗ് ചാർജ് മേടിക്കുന്നുണ്ട്. കുറേ പുസ്തകങ്ങൾ, എൻ്റെ 4 വോളിയം ജീവചരിത്രവും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എഴുതിയ ധർമ്മശാസ്ത്രവും ജ്യോതിഷത്തെക്കുറിച്ചുള്ള പുസ്തകവും, ലോകത്തിൽ ഒരിടത്ത് നിന്നും നിങ്ങൾക്ക് വേദം കിട്ടില്ല. 4+1 5 വേദം ഡിജിറ്റലൈസ് ചെയ്തത് പെൻഡ്രൈവിലുമുണ്ട്, DVD ആയിട്ടുമുണ്ട് വേദവും. അതേപോലെ വേദം പഠിക്കണമെന്നുള്ളവർക്ക് പഠിക്കാനുള്ള CD-യും പഠിക്കാനുള്ള പുസ്തകവും അതെല്ലാം അവിടെ ഉണ്ട്. കുറച്ച് നേരത്തേക്ക് അതവിടെ ഉണ്ടാവും. അത് നിങ്ങൾ വാങ്ങിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പിന്നെ അതെന്തിനാ പറഞ്ഞത്? വാങ്ങിക്കുകയാണെങ്കിൽ കോപ്പി റൈറ്റ് ഇല്ല. എത്ര കോപ്പി എടുത്ത് എത്ര പേർക്ക് കൊടുക്കാൻ സാധിക്കുമോ കൊടുക്കണം. അത് കോപ്പി എടുത്ത് പ്രചരിപ്പിക്കണം. എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പും ഇമെയിൽ ഗ്രൂപ്പും ഫേസ്ബുക്ക് ഗ്രൂപ്പും എല്ലാം ഉണ്ടാക്കുക. എന്നിട്ട് ഈ നാടിന്റെ പൈതൃകം ലോകത്തിലെത്തിക്കാം. ഒരു വിഭാഗം ക്രിസ്ത്യാനികള്, ഒരു വിഭാഗം മുസ്ലിങ്ങള്, ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകാര്, പൂർണ്ണ തോതിൽ യുക്തിവാദികള് 4 സൈഡിൽ നിന്ന് ഹൈന്ദവ ധർമ്മത്തെ ആക്രമിക്കുമ്പോൾ, എതിർക്കുമ്പോൾ, ഇവിടെ ഈ അച്ഛന്മാരും കന്യാസ്ത്രീകളും കാണിച്ചു കൂട്ടിയത് പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനും, ഒരു DYFI-കാരനും, ഒരു SFI-കാരനും, ഒരു CPM-കാരനും, ഒരു യുക്തിവാദിക്കും ഒരു പ്രശ്നമില്ല. ഒരു ബ്രിട്ടാസിനും പ്രശ്നമില്ല. ഹിന്ദുവിനെതിരെ പറയാ ഇവരെല്ലാം ഒരുമിച്ച് ചേരുമ്പോൾ പ്രതികരിക്കാൻ ജഗതീശ്വരൻ നമുക്ക് തന്ന ഉജ്ജ്വലമായ വഴികളാണ് ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സപ്പ്, അതേപോലെ ബ്ലോഗ് എല്ലാം ഉപയോഗിച്ച് പ്രതികരിക്കുക ശക്തമായിട്ട്. പഠിച്ചതിന് ശേഷം പ്രതികരിക്കുക. ഇനിയും ഈ പ്രദേശത്ത് പ്രഭാഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയിപ്പായിട്ട് കിട്ടണമെങ്കിൽ ബുക്ക് സ്റ്റാളിന്റെ മുമ്പിൽ 2 കസേരയിൽ ഒരു സ്ലിപ്പ് വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും വേണമെങ്കിൽ ഇമെയിലും എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ പ്രഭാഷണ സമയത്ത് തലേ ദിവസം 24 മണിക്കൂർ മുമ്പ് നിങ്ങൾക്ക് SMS ലഭിക്കുന്നുണ്ടാവും.
ഇമെയിൽ ഉണ്ടെങ്കിൽ നമ്മളുടെ മെസ്സേജസും യൂട്യൂബ് ലിങ്കുകളും ലഭിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സ്ലിപ്പ്, വലിയ സ്ലിപ്പ് വെച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ആ സ്ലിപ്പിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ളവർക്ക് അറിയാൻ പാകത്തിന് ആ സ്ലിപ്പുമുണ്ട്. ധന്യമാണ് ഈ വേദിയിൽ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ സാധിച്ചതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഒരൊറ്റ ആൾ കൂട്ടുവായ വിട്ടില്ല. കട്ടിയുള്ള വിഷയമാണ്, സിമ്പിൾ വിഷയമല്ല. ഒരാൾ പോലും, ഞാൻ ഇങ്ങനെ എല്ലാവരുടെ മുഖത്തേക്ക് നോക്കിയിരിക്കാൻ, എത്ര പേര് വാച്ച് നോക്കുന്നുണ്ട്, ഒരാൾ പോലും നോക്കിയിട്ടില്ല, ഒരാൾ പോലും കൂട്ടുവായ വിട്ടിട്ടില്ല. സന്തോഷമുണ്ടാണ്. അതുകൊണ്ട് ധന്യമായ യജ്ഞം പഠിപ്പിച്ച് പ്രചരിപ്പിക്കുന്ന യജ്ഞം നിങ്ങൾ ഏറ്റെടുക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു പ്രാർത്ഥന ഇരുന്നു കൊണ്ട് എല്ലാവരും കൂടി ചേർന്ന് ഓം ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗിഭ്യ ഏവച നമസ്സുതായൈ സ്വാഹായൈ നിത്യമേവ നമോ നമഃ. ഈ പ്രപഞ്ചത്തെ മുഴുവനും നിലനിർത്തുന്ന മഹാതേജസ്സേ, നിന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ഈ ഭാരതീയ സംസ്കാരത്തെ ലോകമെമ്പാടും എത്തിക്കാൻ ജീവിതം മുഴുവനും ഒഴിഞ്ഞുവെച്ച യോഗീശ്വരന്മാരെ നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ഈ ഭൂമിയിൽ ഇതുപോലെ ജനിച്ച് ജീവിക്കാൻ അവസരം നൽകിയ മാതാപിതാക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളായ പിതൃക്കളെ നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് നമ്മളിൽ ഓരോരുത്തരുടെയും അകത്തും പുറത്തും നിലനിൽക്കുന്ന ചൈതന്യമേ, നിന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്നും 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 ഞങ്ങളുടെ പ്രണാമം 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 എന്ന് ഗോപാലകൃഷ്ണൻ ഈ അയ്യപ്പ സത്രം നടത്തുന്ന ഓരോ വ്യക്തിക്കും, അതിൽ സഹകരിക്കുന്നവർക്കും അനുഗ്രഹിക്കുന്നവർക്കും പങ്കെടുക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികൾക്കും അയ്യപ്പ സത്രത്തിന് നേതൃത്വം നൽകുന്ന ഓരോ വ്യക്തിക്കും, അതിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും, തന മന ധന കരുത്തെ അർപ്പൺ, ആ അർപ്പണം ചെയ്യുന്നവർക്കും ഭാരത മാതാവിൻ്റെയും ജഗതീശ്വരന്റെയും ഋഷീശ്വരന്മാരുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ. പ്രണാമം പ്രണാമം.